നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും മോറിസ് കോയിൻ എന്ന് പറഞ്ഞ ഒരു തട്ടിപ്പ്, പിന്നെ ടോട്ടൽ ഫോർ യു, റോസ് വാലി, ക്യൂനട്ട്, സ്റ്റോക്ക് ഗുരു, ഇസ്ലാമിക നിക്ഷേപ തട്ടിപ്പ്, പിന്നെ ജ്വല്ലറി തട്ടിപ്പ്, ആട് ഫോമിൻ്റെ തട്ടിപ്പ്, തേക്ക് മാഞ്ചിയത്തിൻ്റെ തട്ടിപ്പ്, ക്രിപ്റ്റോ, ശാരദ തട്ടിപ്പ്, പിന്നെ ട്രേഡിങ്ങിൻ്റെ പേരിൽ കുറേ തട്ടിപ്പുകൾ. ഇതെല്ലാം എന്ന് വെച്ചാൽ ഒരു ചെയിൻ മാർക്കറ്റ് പോലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിനെല്ലാം നമ്മളെല്ലാം പോഞ്ചി സ്കീം എന്നാണ് വിളിക്കാറ്. കോടിക്കണക്കിന് ജനങ്ങളുടെ പണം ഇങ്ങനെയുള്ള തട്ടിപ്പിനിരയായിട്ടുണ്ട്. എന്നാൽ എന്താണ് ഈ പോഞ്ചി സ്കീം എന്നറിയണ്ടേ? നഷ്ടസാധ്യതയില്ലാത്ത, യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത, ഉയർന്ന വരുമാനം അല്ലെങ്കിൽ നിക്ഷേപ വളർച്ച വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികളെയാണ് പോഞ്ചി സ്കീമുകളെന്ന് വിളിക്കുന്നത്. 1919 അമേരിക്കയിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ട് പിടിയിലായ ചാൾസ് പോഞ്ചി എന്ന ഒരു ഇറ്റലിക്കാരൻ്റെ പേരിലാണ് ഈ വാക്കുണ്ടായത്. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ കുറഞ്ഞ നഷ്ടസാധ്യത, മറ്റേത് നിക്ഷേപം നൽകുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം, സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ആശയങ്ങൾ, ഇടനിലക്കാർക്കും തൊഴിലാളികൾക്കും ഉയർന്ന വേതനം, എത്ര ഉയർന്ന തുകയും പണമായി സ്വീകരിക്കൽ, റെഗുലേറ്ററി ബോഡികളിൽ രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങൾ തുടങ്ങിയവയാണ് പോഞ്ചി സ്കീമുകളുടെ ലക്ഷണങ്ങൾ. ആദ്യഘട്ടത്തിൽ നിക്ഷേപകൻ്റെ പണത്തിൽ നിന്ന് തന്നെ ഒരു ഭാഗം എടുത്തിട്ട് ഉയർന്ന വരുമാനം നൽകി ഒരുപാട് പേരെ ഭാഗം എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും, താഴ്ന്ന ആൾക്കാർക്ക് കൊടുക്കും. എന്നിട്ട് ഒരുപാട് പേരെ ആകർഷിക്കുന്ന ഇത്തരം തട്ടിപ്പ് സ്കീമുകൾ വലിയ നിക്ഷേപം ലഭിക്കുന്നതോടെ ഒറ്റ മുങ്ങലങ്ങ് മുങ്ങും. നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടുകയും ചെയ്യും. പോഞ്ചി സ്കീമുകൾ നിരോധിച്ചിട്ട് കേന്ദ്ര സർക്കാർ 2019 കൊണ്ടുവന്ന ഒരു പുതിയ നിയമമാണ് ബഡ്സ് ആക്ട്, ദ ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം ആക്ട്. ഈ ആക്ട് പ്രകാരം റെഗുലേറ്ററി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങളും വ്യക്തികളും പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനും ചിട്ടി പോലുള്ള സമ്പാദ്യ പദ്ധതികൾ നടത്തുന്നതിനും നിയമവിരുദ്ധമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചല്ലേ, ഹൈറിച്ച് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അത് കോടതിയിലുള്ള കേസാണ്.